ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 വർഷത്തിന് മേലെയായി എൻ്റെ അമ്മയുടെ അമ്മ, അതായത് എൻ്റെ വല്യമ്മ മരിച്ചതിന് ശേഷം അവിടെ ഇങ്ങോട്ട് വന്നിട്ട്, അതായത് കാറ്റങ്കവല എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുന്ന് അതിരിമാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ വേറെ വഴി ഉണ്ടാക്കിയതാണ്. ഇത് നടക്കുന്ന വഴി. ഇപ്പം നമ്മളെ ഈ റോഡ് കാണുന്നത്, നമ്മൾ അവിടെ കാറ്റങ്കോല ബസ് സ്റ്റാൻഡുണ്ട്, അവിടുന്ന് വണ്ടി കൂട്ടിയിട്ടും പോകാം. അപ്പം അത് നേരെ അതിരുമാവ് വരെ പോകും. ഇതുകൊണ്ട് നമുക്ക് നടന്നിട്ട് പോകാനുള്ള വഴിയാണ്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ ആ മുകളിലൊരു വഴിയുണ്ട്, അത് കുറുക്ക് വഴി ഉണ്ടാക്കി നടന്നിട്ട് തന്നെയാണ് പോരുന്നത്. ഇപ്പം ഞാൻ ആ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. വല്യമ്മയുടെ മരണശേഷം ഒരു കാരണവശാലും എനിക്കിവിടെ വരാനോ അങ്ങനെ ഒരു എന്താ പറയേണ്ട ഒരു മനസ്സിന് ഒരു സന്തോഷം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. അത് വലിയൊരു വേദനയായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു എന്താ പറയണ്ടേ, നമ്മളെ ഒരു കരളിൻ്റെ ഒരു അസുഖം വന്നതാണ്. അങ്ങനെ ഈ അകാലത്തിൽ തന്നെ വല്യമ്മ വിട പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ആ വീട്ടിലോട്ടാണ് ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത്, ഒത്തിരി നാളുകൾക്ക് ശേഷം. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഇതിലാണ് ഞാൻ നടന്നിട്ട് കുറുക്ക് വഴി കയറിയിട്ട് പോകുന്നത്. കുറച്ച് നേരം അങ്ങ് നടക്കാനുണ്ട്. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും ഇല്ല, തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണെങ്കിലും എനിക്ക് നടക്കാൻ വലിയ മടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വീടെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ കുറച്ച് നമുക്ക് കാണാനൊക്കെ ഉണ്ട്. ആ വീട്ടിൽ ആദ്യത്തെ വീടല്ല, ഇപ്പം നമ്മൾ നല്ല വാർക്ക വീടൊക്കെ ആക്കി. അതിനകത്ത് വല്യമ്മയുടെ മരിക്കുന്നതിന് മുമ്പേ നമ്മൾ ടൈല് ചെയ്യാനൊക്കെ കൊടുത്തിരുന്നു. ഇപ്പം ടൈലൊക്കെ ചെയ്ത് വല്യമ്മക്ക് ആ ടൈല് ചെയ്ത വീട്ടിലിരിക്കാൻ യോഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് എടുത്തു പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. എനിക്കിപ്പോഴും ഇവിടെ വരുമ്പോൾ വല്യമ്മ ഇവിടെ വേണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഞാൻ വീട് കാണിച്ചു തരാം. ഞാനിപ്പം വീടെത്തി. ഇതാണ് നമ്മൾ വണ്ടി കൂട്ടി വരുമ്പോൾ, ഓട്ടോറിക്ഷ കൂട്ടി വരുവാണെങ്കിൽ ഇവിടം വരെ വരും. ഇവിടെ അല്ല, ഇത് എൻ്റെ അവിടെ പോയി തീരും ആ റോഡ്. നടന്നിട്ട് വരുവാണെങ്കിൽ ഞാൻ ഇതുവഴി ഇങ്ങനെ വരണം. അത് കുറുക്ക് വഴി ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് വല്യമ്മയുടെ വീട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ചുരുക്കി എടുക്കാനാണ്. നമുക്ക് എടുക്കാനുണ്ട്. ഇതാണ് എൻ്റെ വല്യമ്മയുടെ വീട്. മരിക്കുന്നതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും തന്നെ വരുമായിരുന്നു. എനിക്ക് മരണശേഷം ഭയങ്കര ഷോക്ക് തന്നെയായിരുന്നു. ഞാൻ ആദ്യ വർഷം 1ാമത്തെ ആണ്ടായപ്പം ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ച ഒരു ഫോട്ടോ ആണ് ഇവിടെ കൊണ്ടത്. ഇപ്പം വീട് ഇത്രയും വൃത്തിയാക്കി. മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഇത്രയും വൃത്തിയില്ലാത്തൊരു വീടായിരുന്നു. തുറന്ന് ഇവിടെ ഇപ്പം വലിയമ്മാവനും എൻ്റെ ഒരു ചെറിയ അമ്മാവനാണ് നിൽക്കുന്നത്. കാണിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന പാറയില്ലേ, ഇത് കുന്നും പ്രദേശം കൂടെ തന്നെ ആയതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഈ മഴക്കാലം ഒരു ഏകദേശം ആഗസ്റ്റ് മാസം, നവംബർ ആ മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ ഉറവയൊക്കെ ഉണ്ടാവും. നല്ല ഉറവയായിരിക്കും. മഴക്കാലത്ത് പിന്നെ വെള്ളമൊക്കെ അടിച്ച് കയറുന്ന ഒരു ഇതായിരിക്കും. ഇത് ഉറവയൊക്കെ വരുന്ന നല്ല ഉണ്ടോ ഇതുപോലത്തെ ഏരിയ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞ് മുകളിലാണ്. അത് അവിടെ നമുക്ക് പോയിട്ട് കാണാം. ഏകദേശം ഇപ്പം ഞാൻ ഒത്തിരി ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ നമ്മൾ ഈ കാട് മൂടി കിടക്കുന്ന ഈ ഏരിയയിൽ ഒരു ഓലി ഉണ്ടായിരുന്നു. അവിടെ കിണർ പോലെ കുഴിച്ചതാണ്. അപ്പോൾ പണ്ടങ്ങനെ കുഴിച്ചപ്പം പിന്നെ അത് ഓലിയായിട്ട് ഇതായതാണ്. പിന്നെ മഴക്കാലത്തൊക്കെയാണ് നല്ല വെള്ളം കാണും. ഏകദേശം വേനൽ വരെ കിട്ടുന്നതാണ്. അപ്പോൾ അതിപ്പം എല്ലാം മൂടിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. നമ്മൾ വല്യമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പശു ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു പശുവിൻ്റെ തൊഴുത്ത്. ഇവിടെ നിന്നിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോയൊക്കെ ഞാൻ വിട്ടായിരുന്നു പശുവിൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ കാട് മൂടിയിരിക്കുവാണ്. നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ വൈബെന്ന് വെച്ചാൽ കുന്നും പ്രദേശം കൂടിയല്ലേ. കണ്ടോ അവിടുത്തെ മലകൾ കണ്ടോ, ആണ് ഏറ്റവും ഭംഗിയായിട്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ മുകളിലും താഴെയുമായിട്ട് നമ്മുടെ, അതായത് കുറച്ച് സ്ഥലമാണ് വല്യമ്മയുടെ. ആദ്യകാലത്ത് ഞാൻ പറഞ്ഞ പോലെ ആ കുറുക്ക് വഴി തന്നെയായിരുന്നു ഇങ്ങോട്ട് വന്നതും യാത്രയും ഒക്കെ. അത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരും. അവിടെ വീഡിയോ ഇപ്പം തന്നെ എനിക്ക് ഏകദേശം ലെങ്ത് ആയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ഒരു വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാൽ തീരുമില്ല. അതാണ്. പിന്നെ മാക്സിമം ലെങ്ത്ത് ഞാൻ കുറച്ചാണ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ് ഇങ്ങോട്ട് വരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ വല്യമ്മില്ലാത്തതിൻ്റെ ഒരു ഇത് കാരണം എനിക്ക്
അങ്ങനെ ഒരു ആളിവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഒരു നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞാൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിപ്പം ബായ് പറയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.